തുടങ്ങി എന്താണ് വഴി നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു. വഴി നിന്ന് മാറി നിൽക്കുക, വണ്ടിയൊക്കെ പോകേണ്ടത്. ഞാൻ വഴി നിന്ന് മാറിയിരുന്നു. അത് നിന്നിട്ട് ഇയാൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് എന്നെ അറിയാവടാന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു അറിയത്തില്ല എന്ന് പറഞ്ഞു. കൈയായിട്ട് അവസാനം പറഞ്ഞു എനിക്ക് ഇയാളെ അറിയേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ ഉടനെ അയാൾ ചാടി എൻ്റെ കോളറിൽ കയറി പിടിച്ചു. നിനക്ക് എന്നെ അറിയേണ്ടതാണെന്ന് ചോദിച്ചു. എന്നെ അടിച്ചു. മുസമ്മിൽ എന്ന 18-കാരൻ നേരിട്ടത് ക്രൂരമായ മർദ്ദനമാണ്. കടക്കലിലെ അക്ഷയ സെന്ററിൽ പോയി മടങ്ങി വരികയായിരുന്നു മുസമ്മിൽ. ഇതിനിടെ ഇയാൾ സഞ്ചരിച്ച ബസ് ഇടയ്ക്ക് വെച്ച് കേടായി. റോഡരികിൽ നിൽക്കുകയായിരുന്ന മുസമ്മിലിനോട് ബൈക്കിലെത്തിയ ഷിബു കയർക്കാൻ തുടങ്ങി. നിനക്കെന്നെ അറിയില്ലേ എന്നും റോഡരികിൽ നിന്ന് മാറി നിൽക്കാനും ആവശ്യപ്പെട്ടു. പക്ഷേ ഉത്തരം കിട്ടും മുമ്പ് തന്നെ ക്രൂരമായി മർദ്ദിച്ചു. പിന്നീട് പോലീസിനെ അക്രമിയായ ഷിബു തന്നെ വിളിച്ചു വരുത്തി. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നു വന്ന് എന്നെ നല്ല രീതിക്ക് മർദ്ദിക്കുകയും അടിക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞ് ഇയാൾ പോലീസിനെ വിളിച്ച് പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ പോലീസ് വന്നപ്പോഴത്തേക്കും അടി കൊണ്ട് എന്നെ അവർ വണ്ടിയിൽ കയറ്റി അടിച്ച ആളെ ഇടയിൽ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ സ്ഥലത്തെത്തിയ പോലീസ് പരിക്കേറ്റ വിദ്യാർത്ഥിയെ കസ്റ്റഡിയെടുക്കുകയായിരുന്നു. ഷിബുവിനെ വിട്ടയക്കാനും ശ്രമിച്ചു. മുസമ്മിലിന്റെ അമ്മയും ബന്ധുക്കളും എത്തി പരിക്കേറ്റ കുട്ടിയെ കൊണ്ടുപോകുന്നതിനെതിരെ എതിർത്ത് സംസാരിച്ചതോടുകൂടിയാണ് പ്രശ്നം രൂക്ഷമായത്. ഇതോടെ മുസമ്മിലിനെ പോലീസ് വിട്ടയച്ചു. ഷിബുവിനും ഇയാൾക്ക് സഹായം നൽകിയ 2 പേർക്കും രക്ഷപ്പെടാനും പോലീസ് അവസരമൊരുക്കിയെന്ന ആക്ഷേപവുമുണ്ട്. സംഭവം വിവാദമായതോടെയാണ് കടക്കൽ പോലീസ് ഷിബുവിനും മറ്റ് 2 പേർക്കുമെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. പ്രതികൾ ഒളിവിലാണ് എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ വിശദീകരണവും. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.